അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിക്കടെ ദേ പ്രദക്ഷിണം പോകണമെന്നുണ്ടോ? അതെ, അടിപൊളി പെരുന്നാളാണ് നമ്മുടെ പള്ളിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആയാലോ? അപ്പോൾ ദേ പ്രദക്ഷിണം വരുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയി കഴിയണം. ഫസ്റ്റ് നമ്മൾ സ്കിൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് നന്നായിട്ട് ടോൺ ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ദേ മാക്കിൻ്റെ ആൻഡ് പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ 2 ഫേസ്ഡിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ബോൺ ദിസ് വേ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷനാണ്. നമ്മുടെ സ്കിൻ ഫിനിഷ് നമുക്ക് തരുന്നതാണ്. ഞാൻ ലൈറ്റായിട്ടാണ് ഇന്ന് ഇടുന്നുള്ളൂ, പള്ളിയിലൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഇടുന്നുള്ളൂ. ആ ഡാർക്ക് സർക്കിളൊക്കെ കവർ ചെയ്യാൻ മാത്രം കുറച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര സ്കിൻ ഫിനിഷാണ് കേട്ടോ. ദെൻ നാഴ്സിൻ്റെ കൺസീലറും കൂടെ കൊടുക്കുകയാണ് നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളിടത്ത് ലൈറ്റായിട്ട്. ദെൻ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഒട്ടും ടൈമില്ല കേട്ടോ, നമ്മളെല്ലാം വേഗം ചെയ്യുവാണ്. ദെൻ നമ്മൾ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ സ്കിൻ ഫിനിഷാണ്, ഒട്ടും ഓവറായിട്ട് നിൽക്കത്തില്ല. അപ്പം തന്നെ നമ്മൾ സെറ്റായി നമ്മുടെ ഫൗണ്ടേഷനൊക്കെ. ദെൻ നമ്മൾ ലിപ് പ്രൈമർ യൂസ് ചെയ്യുന്നു മാക്കിൻ്റെ. ദെൻ നമ്മൾ മാമ എർത്തിൻ്റെ ഐ കാജൽ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നു. ദെൻ നമ്മൾ അനസ്താഷ്യ സോഫ്റ്റ് ഗ്ലാം പാലറ്റിലെ കുറച്ച് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ചെറിയൊരു സ്മോക്കി എഫക്റ്റ് കണ്ണിൻ്റെ അടിയിൽ കൊടുക്കുവാണ്. വളരെ ലൈറ്റായിട്ടേ ഉള്ളൂ, എല്ലാം മിനിമലായിട്ടേ ഉള്ളൂ. ദെൻ നമ്മൾ മസ്കാര യൂസ് ചെയ്യുന്നു ബെനഫിറ്റിൻ്റെ. ദെൻ നമ്മൾ സെഫോറയുടെ ലിപ്സ്റ്റിക്കാണ്, നല്ലൊരു ബ്രിക്ക് കളർ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ കവിളിലോട്ട് ബ്ലഷായിട്ട് ലൈറ്റായിട്ടൊന്ന് ബ്ലഷായിട്ട് കൊടുക്കുന്നു. ദെൻ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുന്നു ലൈറ്റായിട്ട്, എല്ലാം മിനിമലായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഓർണമെൻറ്റും കൂടെ ഇടണമല്ലോ. ദെൻ ഞാൻ വലിയൊരു തോട പോലത്തെ ഒരു കമ്മലെടുത്തിട്ടു. അത് ഈ ഡ്രസ്സ് ഇടുമ്പോൾ എപ്പോഴും ഞാൻ ഇടുന്ന കണ്ടോ. പിന്നെ പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ, കുറച്ച് കളറായിട്ടിരിക്കട്ടെ. അപ്പോൾ അതേ പ്രദക്ഷിണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ഈ പ്രദക്ഷിണത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യുവാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ കണ്ടത്തിൻ്റെ കരയ്ക്കടെ ഈ പ്രദക്ഷിണം പോകുന്ന കാണാൻ വല്ലാത്തൊരു രസമാണ് തന്നെയാണ് കേട്ടോ. അതുപോലെ എല്ലാ വീടും തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും നല്ല വെടിക്കെട്ടും ഡെക്കറേഷനും എല്ലാം ഉണ്ട്. ഈ പോകുന്ന വഴി ഇങ്ങനെ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കാണാൻ വല്ലാത്തൊരു രസമാണ് കേട്ടോ. സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ഫീലാണ്. അതുപോലെ ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് നടന്ന് പോവാം കേട്ടോ, വിളക്കൊക്കെ കത്തിച്ച്. അപ്പോൾ നമ്മുടെ പ്രദക്ഷിണം പള്ളിയിൽ എത്തിക്കഴിഞ്ഞു. പള്ളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാൻ വല്ലാത്തൊരു രസമാണ്, നല്ല രസമാണ്. ഇതൊരു നാടിൻ്റെ ആഘോഷം തന്നെയാണ് കേട്ടോ, നാട്ടുകാരുടെ ആഘോഷം കൂടിയാണ്. അപ്പോൾ ഇത് S23 അൾട്ര ഉള്ളതിൻ്റെ ഒരു മെച്ചം കണ്ടോ. നമ്മുടെ വെടിക്കെട്ടൊക്കെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഇതേ ചെണ്ടമേളം കണ്ടോ. ചെണ്ടമേളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീക്ക്നെസ്സാണ്. എവിടെ ചെണ്ടമേളം കണ്ടു കഴിഞ്ഞാലും ഞാനത് കുറച്ച് നേരം നിന്ന് കാണാതെ പോകാറില്ല. അപ്പോൾ ഇതേ അവരുടെ ഡാൻസും കണ്ടോ. ഇപ്പോൾ ചെണ്ടമേളം മാത്രമല്ല, ഡാൻസും കൂടെ ഉണ്ട് ചെണ്ടമേളത്തിൻ്റെ ഒപ്പം. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൺകുട്ടികളൊക്കെ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ട്. പക്ഷെ ഞാനങ്ങനെ ഡാൻസും കളിച്ചില്ല, കാരണം പെൺപിള്ളേരാരും ഡാൻസ് കളിക്കുന്ന കണ്ടില്ല. എല്ലാവർക്കും ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആൾക്കാരെന്ത് വിചാരിക്കുന്നൊക്കെ ഓർത്തായിരിക്കാം. എനിവേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആഘോഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിതൊക്കെ കുറേ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുരിശുപള്ളി വരെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ. നമ്മുടെ വീട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കുരിശുപള്ളി വരുന്നത്. അപ്പോൾ അവിടം വരെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോഡിലൊക്കെ നല്ല വെട്ടമാണ്, നല്ല രസമാണ് രാത്രിയിലൊക്കെ ഇതുവഴി പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന തിരക്കിലാണ്. നല്ല ചൂടാണ് കേട്ടോ. എസ്പെഷ്യലി ചുരിദാർ സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ചൂടാണ്, അറിയാലോ. എന്നാലും ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഡ്രസ്സ് ഇതൊക്കെയല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മോ ജസ്റ്റ് മിസ്സെന്ന് പറയാം. അപ്പം ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ കാറ് നിർത്തിയാലുള്ളൊരു പ്രശ്നം ഇതാണ്. എനിവേ എല്ലാവരും വീട്ടിൽ പോകുന്ന തിരക്കിലാണ്, നമ്മളും വീട്ടിൽ പോവാണ്. അപ്പം അങ്ങനെ നമ്മുടെ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു. നമ്മൾ അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ചു. അപ്പോൾ ഇതേ നമ്മുടെ വീടെത്തി. നമ്മളിതേ വീട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കൂടി ആഘോഷമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഫേസ് നമ്മൾ എങ്ങനെയാണോ പോയത് അങ്ങനെയൊക്കെ തന്നെയുണ്ട്, ഒട്ടും സ്വെറ്റായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.